ട്രെയിനിൽ യാത്രക്കാരന്റെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്ക്. പത്തനംതിട്ട നെടുമൺ സ്വദേശി അനിൽകുമാറാണ് പോലീസിനെതിരെ കത്തിവീശിയത്. മലബാർ എക്സ്പ്രസിൽ കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്ത് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തിനാണ് കത്തിവീശിയത്? പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കാം. ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ കൊല്ലത്തുനിന്ന് ഈ സനിൽകുമാർ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ S5 കോച്ചിൽ വെച്ച് കൊടുമൺ സ്വദേശി ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ആൾ മദ്യപിച്ച് TT ആയിട്ട് വാക്കുകളിൽ ഏർപ്പെടുകയും ടിക്കറ്റിൽ യാത്ര ചെയ്തതിനെ സംബന്ധിച്ച് TT ആയിട്ട് വാക്കുകളിൽ ഏർപ്പെട്ടു. അന്നേരം TT നമ്മുടെ പോലീസുകാരൻ ട്രെയിനർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിവരം അറിയിച്ചു. പുള്ളി S1 കോച്ച് വന്ന് അറ്റൻഡ് ചെയ്തു. അപ്പം ഇയാൾ നല്ല മതിലകരിലായിരുന്നു. അപ്പം സനൽ അയാളോട് ഈ TT ആയിട്ട് ബേളം ഉണ്ടാക്കാതെ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരി വിട്ടു, ചിങ്ങവനം കഴിഞ്ഞു. അന്നേരം അയാളുടെ അരയിലിരുന്ന കത്തിയെടുത്ത് നമ്മുടെ പോലീസുകാരൻ്റെ ദേഹത്തെ ഇടത് സൈഡിൽ കുത്തി. അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിയതുകൊണ്ട് വലിയ ഗുരുതരമായ പരിക്കില്ലാതെ യൂണിഫോം കീറി, അതിനകത്ത് ബനിയൻ കീറി, ഇടത് സൈഡിൽ ചെറിയ ഒരു പരിക്കുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും കത്തിയെടുത്ത് കുത്താനായിട്ട് ഈ പോലീസുകാരൻ്റെ പുറകെ നടന്ന് പുള്ളി അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അവിടെ തന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോമ്പിങ് ആയ കാരണം ഞങ്ങൾ എല്ലാ പ്ലാറ്റ്ഫോമിൽ പോലീസുകാരുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കോമ്പിങ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കോട്ടയത്ത് കൺട്രോളിൽ നിന്ന് വിവരം അറിയിച്ചു. പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടിക്കാരും ഞങ്ങളും ചേർന്ന് സനൽകുമാർ ഞങ്ങൾ ചേർന്ന് അയാളെ ഇറക്കി ഇവിടെ കൊണ്ടുവന്നു. അന്നേരം അയാളുടെ കയ്യിൽ കത്തിയുണ്ട്, കത്തി പിടിച്ച് മേടിച്ചു. അതിനുശേഷം സനൽ ഡ്യൂട്ടി തുറന്ന് പോയി കഴിയുമ്പോൾ ഇയാൾ ഇത് എറണാകുളത്താറായപ്പോൾ പുള്ളിക്ക് ഒരു ദേഹ അസ്വസ്ഥത തോന്നി. കാരണം എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ എറണാകുളം SHO വിവരം അറിയിച്ചു. അവിടെ നിന്ന് ജീപ്പിൽ പോയി മെഡിക്കൽ നടത്തി. അവിടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. രാവിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു. രാവിലെ വന്നു. ഇദ്ദേഹത്തിൻ്റെ മൊഴി മേടിച്ച് കേസെടുക്കുകയാണ്. കേസെടുത്ത് ഇന്ന് കോടതി ഹാജരാക്കും. ഇയാൾ കൊടുമൺ പോലീസ് സ്റ്റേഷൻ 302 പ്രതിയാണ്. വേറെ കേസുള്ളതാണ്. നേരത്തെ ഇതുപോലെ സമാനമായ കേസുകളിൽ പ്രതിയായിരുന്നയാളാണ്. ഇതാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഇല്ല, മറ്റു പ്രകോപനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആള് ടിക്കറ്റ് മതിയായ രേഖകളും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആളോട് ജസ്റ്റ് ട്രെയിനിൽ നിന്നും ഇറങ്ങണം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മറ്റു പ്രകോപനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആളുടെ അരയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തുകയാണ് ഉണ്ടായത്. ആള് നല്ല മദ്യത്തിലായിരുന്നു. ഇല്ല, മറ്റു പാസഞ്ചേഴ്സായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അശ്വിനി, അതാണ് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ നിൽക്കുന്നത്. സനൽ എന്നാണ് പേര്, കൊല്ലം സ്വദേശിയാണ്. ഒപ്പം തന്നെ പ്രതിയെ പിടിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ റജിയും ഇപ്പോൾ ഇവിടെയുണ്ട്. എന്തായാലും പ്രതി അകത്ത് തന്നെയുണ്ട്, സ്റ്റേഷനുള്ളിലുണ്ട്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് മലബാർ എക്സ്പ്രസ് ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥൻ TTയുമായിട്ട് തർക്കമുണ്ടാകുന്നത് കണ്ടാണ് അവിടേക്ക് എത്തുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് ഒരു പ്രകോപനവുമില്ലാതെ ഈ കത്തിയെടുത്ത് വീശുന്നതും ഈ പരുക്ക് പറ്റുന്നതും. ലഭിക്കുന്ന വിവരം അനുസരിച്ച് മറ്റ് കേസുകൾ, അതായത് ഒരു കൊലപാതക കേസ് അടക്കം ഈ പ്രതിക്കെതിരെ ഉണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് വിശദമായിട്ട് അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ആശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.